വെൽക്കം ടു കേൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്ററ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ട്രിഗണോമെട്രി എന്ന് പറയുന്ന പോർഷനുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ്സാണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 10K റുപ്പീസാണ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രിയിലെ 12ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലമാണ്. സോ 12ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം അനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? tan a - b ഈസ് ഈക്വൽ ടു എത്രയാണ്? 1/√3 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. സോ tan a - b ഈക്വൽ ടു 1/√3 ആണ്. അപ്പോൾ നമുക്കറിയാം 1/√3 എന്ന് പറയുന്നത് ടാനിൻ്റെ ടേമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് tan 30ക്ക് ഈക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? tan a - b ഈസ് ഈക്വൽ ടു 1/√3യുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? tan 30 ഡിഗ്രി എന്ന് പറയാം. ഇപ്പോൾ ഇവിടെയും tan a ഉണ്ട്, ഇവിടെയും tan a ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? a - b ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് tan 30 ഡിഗ്രി. ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണ്? 30 ഡിഗ്രി എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ a - b ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയാം. ഇതുപോലെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മറ്റൊരു ഭാഗമാണെന്ത്? tan a + b എന്ന് പറയുന്നത്. tan a + b എന്ന് പറയുന്നത് √3 ആണ്. അപ്പോൾ √3 എന്ന് പറയുകയാണെങ്കിൽ അത് എന്തിന് ഈക്വലൻ്റ് ആണ്? tan 60 ഡിഗ്രിക്ക് ഈക്വലൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ a + b ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് tan 60 ഡിഗ്രി. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? 60 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ a - b ഈക്വൽ ടു 30 ഡിഗ്രിയും a + b ഈക്വൽ ടു 60 ഡിഗ്രിയാണ്. ഇത് രണ്ടും കൂടി നമ്മൾ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ a ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര വരും? 45 ഡിഗ്രി എന്നും വരും. b ഈസ് ഈക്വൽ ടു എത്ര വരും? 15 ഡിഗ്രി എന്ന് പറയുന്ന റിസൾട്ടും കിട്ടിയില്ലേ? ഇനി ഇതിൽ വരുന്ന 13ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് √2 sin 60 ഡിഗ്രി മൈനസ് തീറ്റ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ sin 60 ഡിഗ്രി മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു 1/√2 ആണ്. ഈ 1/√2 എന്ന് പറയുകയാണെങ്കിൽ അത് എന്തിന് ഈക്വലൻ്റ് ആണ്? sin 45 ഡിഗ്രിക്ക് ഈക്വലൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 60 ഡിഗ്രി മൈനസ് തീറ്റ എന്ന് പറയുകയാണെങ്കിൽ sin ഇൻവേഴ്സ് ഓഫ് sin 45 ഡിഗ്രി. ദാറ്റ്സ് ഈക്വൽ ടു എന്തായിട്ട് മാറുകയാണ് ചെയ്യുക? 45 ഡിഗ്രി ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രി മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. തീറ്റ ഈസ് ഈക്വൽ ടു 15 ഡിഗ്രി എന്ന് പറയാനായിട്ട് പറ്റും. അടുത്ത വീഡിയോയിൽ മറ്റു പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം.